എൻ്റെ പേര് ഡോക്ടർ ജോസഫ് ബി പച്ചിക്കര, രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ആൻഡ് റോബോട്ടിക് സർജനാണ്. ഈ റോബോട്ടിക് സർജറി എന്തുകൊണ്ട് വളരെയധികം കോമൺ ആയിട്ട് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർജറിയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളപ്പോൾ അത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കകത്ത് മാത്രമായിട്ടിരിക്കുമ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റ് മുഴുവനായിട്ട് എടുത്തു കളയാറുണ്ട് ഈ ക്യാൻസർ മാറ്റാനായിട്ട്. അതിന് നമ്മൾ റാഡിക്കൽ പ്രോസ്റ്റേറ്റക്ടമി എന്ന് പറയും. കഴിഞ്ഞ ഒരു 15-20 കൊല്ലമായിട്ട് ഏത് ഡെവലപ്ഡ് രാഷ്ട്രങ്ങളിൽ നോക്കിയാലും അവിടെയെല്ലാം ഈ റാഡിക്കൽ പ്രോസ്റ്റേറ്റമിക്ക് ഏറ്റവും കൂടുതൽ റോബോട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ മുഴുവൻ നമ്മുടെ ഇടുപ്പിൻ്റെ എല്ല്, സൈഡിലും ഇടുപ്പിൻ്റെ എല്ല്, പുറകിൽ നമ്മുടെ മലാശയം എന്നിവ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 4 ചുറ്റിനും സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് ഉള്ളൊരു സർജറി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ റോബോട്ടിക് സർജറി ഉപയോഗിക്കുക. അതുകൂടാതെ നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എടുത്തു കഴിയുമ്പോൾ മൂത്രസഞ്ചിയും മൂത്രനാളിയും തമ്മിൽ നമുക്ക് കൃത്യമായിട്ട് തുന്നി യോജിപ്പിക്കണം. അതുകൂടാതെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മൾ നീക്കം ചെയ്യുന്നതിൻ്റെ കൂടെ വളരെ കൃത്യമായിട്ട് ഈ മൂത്രം പിടിച്ചു വെക്കാനുള്ള മസിൽസ് പ്രിസർവ് ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റിലോട്ട് വരുന്ന ചെറിയ ചെറിയ ഞരമ്പുകളുണ്ട്, അതും കഴിയുന്നതും പ്രിസർവ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ റോബോട്ടിക് സർജറി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സർജറിക്ക് വേണ്ടി നമ്മളിപ്പോൾ റോബോട്ടിനെ പ്രിഫർ ചെയ്യുന്നത്.